Let us have an introduction about the list. നമ്മൾ ആദ്യം ലിസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലിസ്റ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു കൂട്ടം വാല്യൂസ് ആണ് നമ്മൾ അതിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ആ വാല്യൂസിന് എന്താണ് പ്രത്യേകത, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ കളക്ഷൻ ഓഫ് ഐറ്റംസ്, എത്ര വാല്യൂസ് വേണമെങ്കിലും കളക്ഷൻ ആയിട്ട് കൊടുക്കുന്നു. ഈച്ച് ഐറ്റം ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡെക്സ് വാല്യൂ, ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഇൻഡെക്സ് 0 ആൻഡ് ദ ലാസ്റ്റ് ഇൻഡെക്സ് n-1. അപ്പോൾ 0 ആദ്യത്തെ ഇൻഡെക്സ്, ലാസ്റ്റ് ഇൻഡെക്സ് n-1. ഇനി n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ് ആണ് n എന്ന് പറയുന്നത്. ഇനി ഇൻഡെക്സിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലായിരിക്കും. അതുപോലെ അതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്കിവിടെ നെഗറ്റീവ് ഇൻഡെക്സ് ആണ് ഈ അടിയിൽ കാണിച്ചിട്ടുള്ളത്. എന്താണ് ഈ നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ആദ്യത്തുനിന്ന് അവസാനത്തേക്കുള്ള പോലെ അവസാനത്തുനിന്ന് ആദ്യത്തേക്കും വേണമെങ്കിൽ നമ്മുടെ ഇൻഡെക്സിനെ എടുക്കാം. ഇനി നമ്മളിവിടെ ലിസ്റ്റ് 2 എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇത്രയും വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡെക്സിംഗ് ആണ് പഠിച്ചത്. പോസിറ്റീവ് ഇൻഡെക്സിംഗും ഉണ്ട്, നെഗറ്റീവ് ഇൻഡെക്സിംഗും ഉണ്ട്. ഇനി എങ്ങനെയാണ് വാല്യൂസിനെ ആക്സസ് ചെയ്യണമെന്ന് നോക്കാം. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ലിസ്റ്റ് 2 സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് -3. എപ്പോഴും ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമുക്കത് കാണാൻ ചെയ്യാം. അതേമാതിരി ഇവിടെ -3 എന്ന് പറഞ്ഞാൽ -3 എന്ന ഇൻഡെക്സ് നോക്കുക, അതിൽ വരുന്ന വാല്യൂ. അപ്പൊ നമ്മുടെ ആൻസർ 90 ആണ്. അതേപോലെ ലിസ്റ്റ് 2 സ്ക്വയർ ബ്രാക്കറ്റിൽ വെറുതെ 3 എന്ന് കൊടുത്താൽ പോസിറ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇവിടെ 3 നോക്കിയാൽ 79 ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. അപ്പോൾ നെഗറ്റീവ് ഇൻഡെക്സും അതുപോലെ പോസിറ്റീവ് ഇൻഡെക്സും ഓർത്തിരിക്കണം. ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ വാല്യൂ ആക്സസ് ചെയ്യുന്നത്? It is always taken from 0 index to n-1 if there are n elements in it. അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ ലാസ്റ്റത്തെ വാല്യൂ -1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നെഗറ്റീവ് ഇൻഡെക്സിങ്ങിലൂടെയും വാല്യൂസിനെ ആക്സസ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു ലൂപ്പിലൂടെ എങ്ങനെയാണ് ലിസ്റ്റിലെ വാല്യൂസിനെ നമ്മൾ ആക്സസ് ചെയ്യണമെന്ന് നോക്കാം. ഐറ്ററേറ്റിംഗ് ത്രൂ എ ലിസ്റ്റ്. ലിസ്റ്റ് തന്നിരിക്കുകയാണ്. ഫോർ i in range 0, len എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ലിസ്റ്റ്. എന്നിട്ട് നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ലിസ്റ്റ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ലിസ്റ്റ് ലെങ്ത് ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ലിസ്റ്റ് ഓഫ് i, എന്നിട്ട് നമ്മൾ ആ ലിസ്റ്റിലെ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. ഇതുപോലെ നമുക്ക് len എന്ന് പറയുന്ന ലെങ്ത് ഫംഗ്ഷൻ, അതേപോലെ തന്നെ നമുക്ക് മാക്സിമം, മിനിമം, പിന്നെ എക്സ്റ്റെൻഡ്, അപ്പെൻഡ് എന്നിങ്ങനെ ഒരുപാട് റെഡിമെയ്ഡ് ഫംഗ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഫംഗ്ഷനുകളെല്ലാം തന്നെ നമ്മുടെ പ്രോഗ്രാമിലൂടെ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യിച്ചാൽ അതനുസരിച്ച് ഡിസൈർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു.